സമീപകാലത്തൊന്നും UAE കാണാത്ത വിധത്തിലുള്ളൊരു കാലാവസ്ഥയാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇവിടെ അനുഭവിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വെള്ളക്കെട്ട് ഇതുപോലെ തുടരുകയാണ്. ദുബായിലെ കിസൈസ് മെട്രോ സ്റ്റേഷന് സമീപത്തു നിന്നുമുള്ള കാഴ്ചയാണ് ഇത്. റോഡ് ഒരു ഭാഗത്തുകൂടെ മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ഇതിലൊന്നും വാഹനങ്ങൾ കടന്നു പോകാവുന്ന അവസ്ഥയല്ല. ദുബായിലെ കിസൈസിലെ ഈ അവസ്ഥ പോലെ തന്നെയാണ് മറ്റ് പലയിടങ്ങളിലെയും കാഴ്ച എന്ന് പറയുന്നത്. ദുബായിൽ തന്നെ അൽനഹദ അല്ലെങ്കിൽ ദുബായിൽ തന്നെ മറ്റ് ഇന്റർനാഷണൽ സിറ്റി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ വെള്ളക്കെട്ടുണ്ട്. ഇതിനേക്കാൾ ഭീകരമാണ് ഷാർജയിലെ സാഹചര്യം. കാരണം ഷാർജയിൽ ഇന്നലെ തന്നെ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. കടകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം, ഓഫീസുകളിലേക്ക് ആളുകൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഷാർജയിൽ സിറ്റി സെന്റർ, അതോടൊപ്പം തന്നെ അൽവഹദ തുടങ്ങിയിട്ടുള്ള മേഖലകൾ ഏതാണ്ട് മുഴുവനായി തന്നെ വെള്ളത്തിലാണ്. മുവൈലയിൽ വെള്ളം കയറിയിട്ടുണ്ട്, വ്യവസായ മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അബുഷാഗര അടക്കമുള്ള മേഖലകളിലും നിരവധി ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അജ്മാനിലും വലിയ വെള്ളക്കെട്ട് തുടരുകയാണ്. രാത്രി ഒരു 10-11 മണി മുതൽ സ്റ്റാർട്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം നമ്മൾ വരുന്ന സമയത്തെല്ലാം നല്ല മഴയുണ്ട്. ഇവിടെ ഈ ഭാഗത്തെല്ലാം നല്ലോണം വെള്ളമുണ്ട്. ഇപ്പം കൂടുതലായിട്ട് ഈ ഭാഗത്താണ് കൂടുതലുള്ളത്. ചുരുക്കത്തിൽ UAEയുടെ പല ഭാഗങ്ങളും ജീവിതം അക്ഷരാർത്ഥത്തിൽ നിശ്ചലം തന്നെയാണ്. ആളുകൾക്ക് ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല, കടകൾ തുറക്കാൻ കഴിയുന്നില്ല. നിരവധി കടകളുടെ ഉള്ളിൽ വെള്ളം കയറി സാധന സാമഗ്രികൾ നശിച്ചിട്ടുണ്ട്. ഇങ്ങനെ സാധാരണ ജീവിതം നിശ്ചലമായിരിക്കുകയാണ് UAEയിൽ. ഗൾഫ് മേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ ഈ ശക്തമായിട്ടുള്ള മഴയ്ക്കും കാറ്റിനുമൊക്കെ കാരണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്.